ഈ ഒരു കാര്യത്തിൽ മമ്മൂക്കയെ വെല്ലാൻ മലയാള സിനിമയിൽ മറ്റൊരാളില്ല എന്ന് പറയേണ്ടി വരും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ പുറത്തു വന്ന ഏറ്റവും മികച്ച ത്രില്ലർ സിനിമകൾ, പ്രത്യേകിച്ചും ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ ക്രൈം ത്രില്ലർ സിനിമകളിൽ നായകനായിരിക്കുന്നത് മമ്മൂക്കയാണ്. 1980 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ പിറവിയെടുത്ത ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളോ അല്ലെങ്കിൽ മിസ്റ്ററി സസ്പെൻസ് ത്രില്ലറുകളോ ഒക്കെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗത്തിലും മമ്മൂക്കയാണ് നായകൻ. 1980-കൾ പുറത്തു വന്ന യവനിക, കാണാതായ പെൺകുട്ടി, ജാഗ്രത, CBI ഡയറിക്കുറിപ്പ്, അടിക്കുറിപ്പ് തുടങ്ങി ഭൂരിഭാഗം സിനിമകളിലും മമ്മൂക്ക നായകനാണ്. 90-കളിൽ പുറത്തു വന്ന ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, അടയാളം, ട്രൂത്ത് തുടങ്ങിയ സിനിമകളിൽ മമ്മൂക്കയാണ് നായകൻ. പിന്നീട് 2000-കളിൽ പുറത്തു വന്ന CBI സീരീസിലും മമ്മൂക്കയായിരുന്നു നായകൻ. ഇങ്ങനെ മലയാളത്തിൽ പുറത്തു വന്ന മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലെല്ലാം മമ്മൂക്ക തന്നെയാണ് നായകൻ. ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ പോലീസ് ഓഫീസറായോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായോ മമ്മൂട്ടി വരുന്ന സമയത്ത് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയാണ് അത്തരം സിനിമകളിൽ വളരെയധികം പ്രേക്ഷകർക്ക് ഒരു എക്സൈറ്റ്മെന്റ് തരുന്നത്. CBI ഡയറിക്കുറിപ്പിലെ സേതുരാമയ്യർ CBIയും യവനികയിലെ ജേക്കബ് ഇരാളിയും എല്ലാം തീർത്തും വ്യത്യസ്തരാകുന്നത് മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറിയുടെ മികവ് കൊണ്ടാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വേഷങ്ങൾ ചെയ്ത നായക നടൻ മമ്മൂക്കയാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ വരുന്ന സമയത്ത് മമ്മൂക്കയുടെ പെർഫോമൻസ് ഒരു പോലീസ് ഓഫീസറിൽ നിന്നൊക്കെ മാറി അതൊരു CBI ഓഫീസർ ആയാലും ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയാലും ഒരു പത്രപ്രവർത്തകനായാലും ഒക്കെ അത് തീർത്തും വ്യത്യസ്തമായി അനുഭവപ്പെടാറുണ്ട്.